നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ, ആറ്റിങ്ങൽ. കുറച്ച് അധികം ദിവസങ്ങളായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട്. വളരെയധികം തിരക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എപ്പോഴും വീഡിയോ ചെയ്യുവാനായിട്ട് സാധിക്കാത്തത്. നമ്മളിന്ന് ജ്യോതിഷപരമായ വിഷയങ്ങളിൽ നമുക്ക് അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമാകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് ഏറ്റവും അനുകൂലമായ കാര്യങ്ങളെ ആ നക്ഷത്രങ്ങളുടെ സിംബൽസും ആ സിംബൽസ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ലൈഫിൽ ഒരു മുന്നേറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഏതൊക്കെ നക്ഷത്രങ്ങളാണ് നമുക്ക് പ്രതികൂലമായിട്ടുള്ളത്, ഏതൊക്കെ നക്ഷത്രങ്ങളാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. എന്നാലും സാമാന്യേന നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജന്മനക്ഷത്രവും നമ്മുടെ നക്ഷത്രത്തിൻ്റെ 3-ാം നക്ഷത്രവും 5-ാം നക്ഷത്രവും 7-ാം നക്ഷത്രവും 10-ാം നക്ഷത്രവും 19-ാം നക്ഷത്രവും 22-ാം നക്ഷത്രവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനും അയാളും തമ്മിൽ മുന്നാളാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ എന്താ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ പഴമക്കാർ പണ്ട് മുതലേ പറഞ്ഞ ഒരു കാര്യങ്ങളാണ്, മുന്നാളാണ്, വഴക്കാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജന്മനക്ഷത്രത്തിൻ്റെ 3-ാം നക്ഷത്രം നമുക്ക് ദോഷത്തെ ചെയ്യുന്ന, അത് ഗുണത്തെ കൊടുക്കില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ നക്ഷത്രത്തിൻ്റെ, നമ്മുടെ ജന്മനക്ഷത്രവും പാടില്ല, ജന്മനക്ഷത്രത്തിൻ്റെ 3-ാമത്തെ നക്ഷത്രം, 5-ാമത്തെ നക്ഷത്രം, 7-ാമത്തെ നക്ഷത്രം, 10-ാമത്തെ നക്ഷത്രം, 19-ാമത്തെ നക്ഷത്രം, 22-ാമത്തെ നക്ഷത്രം, ഈ നക്ഷത്രങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് സംരംഭങ്ങൾ തുടങ്ങുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ നക്ഷത്രക്കാരുമായി കൂട്ടുതൊഴിൽ പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും അഭികാമ്യം. അത് നമുക്ക് വിജയം ഉണ്ടാകാനും സാധ്യത കുറവായിരിക്കും, കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമായിരിക്കും. നമ്മൾ നേരത്തെ വൈനാശിക ദോഷം പറഞ്ഞതുപോലെ, 7-ഉം 22-ഉം വൈനാശിക ദോഷം പറഞ്ഞതുപോലെ, നമ്മൾ അത്രയും കഠിനമായിട്ടില്ല എങ്കിൽ പോലും നമുക്ക് പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാവുന്ന നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ. നമുക്ക് ഏറ്റവും പ്രാധാന്യം, നമ്മളിപ്പോൾ എന്താ ചിന്തിക്കുന്നത്, നമുക്കിപ്പം പണമാണ് ഏറ്റവും പ്രാധാന്യം. അത് ഈ പണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ആകത്തുമില്ല. ഈ പണം ഉണ്ടാകണമെങ്കിലും സുഖം ഉണ്ടാകണമെങ്കിലും ഒക്കെ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഈശ്വരാധീനമാണ് വേണ്ടത്. ആ ഈശ്വരാധീനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈശ്വരൻ ഇതൊക്കെ നമുക്ക് എത്തിച്ചു തരുവാനായിട്ട് സഹായകമാവും. അപ്പം നക്ഷത്രങ്ങളിൽ നമുക്ക് ധനത്താര നക്ഷത്രവും ദൈവാധീന താര നക്ഷത്രവും എന്നുണ്ട്. അപ്പം ഈ ധനത്താര നക്ഷത്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ധനസ്രോതസ് ഉണ്ടാകുവാനായിട്ട് ഈ ധനത്താര നക്ഷത്രം നമ്മളെ പോസിറ്റീവ് ആക്കിത്തരും. എന്നുവെച്ചാൽ നമ്മൾക്കൊരു ഉത്തേജനം തരും, നമ്മളെ കയറ്റി വിടും, ഒരു ഫോഴ്സ് തന്നു വിടും, സഹായകരമായിട്ടുണ്ടാവും സാമ്പത്തിക കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ഉണ്ടാവാനായിട്ട് സാധിക്കത്തുള്ളൂ.
പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ റിസൾട്ട് നമുക്ക് പോസിറ്റീവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിരിക്കണം. ഇപ്പോൾ നമുക്ക് മഹാഭാരത യുദ്ധത്തിൻ്റെ കഥ അറിയാം. അർജുനൻ്റെ പക്ഷത്ത് സാക്ഷാൽ നാരായണൻ, ഈശ്വരാധീനം പരിപൂർണം, ഈശ്വരൻ കൂടെ നിൽക്കുകയാണ്. എന്നാൽ മറുപക്ഷത്ത് ഒരുപാട് ശക്തന്മാരായിരിക്കുന്ന ആളുകളും ഒരുപാട് പടകളും സൈന്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിജയമെന്ന് പറയുന്നത് ആർക്കാണ് ഉണ്ടായത്? ഭഗവാൻ കൂടെയുള്ളിടത്തേ വിജയം ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഈശ്വരാധീനം. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്ക് വിജയം ഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം അനുകൂലമാകണം. അപ്പോൾ ആ ഈശ്വരാധീനം അനുകൂലമാക്കണമെന്നുണ്ടെങ്കിൽ ആ ഈശ്വരാധീന താര, ദൈവാധീന താര നക്ഷത്രത്തെ നമ്മൾ കയ്യിലെടുക്കണം. ആ ഈശ്വരാധീന താര നക്ഷത്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവാധീനത്തിൻ്റെ ഒരു എനർജി, ഒരു സഹായം, ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഈശ്വരാധീനം എന്ന് പറയുന്നത്, താരാ നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രത്തിൻ്റെ 6ാമത്തെ നക്ഷത്രമാണ് ദൈവാധീന താരാ നക്ഷത്രം. അപ്പോൾ ആ നക്ഷത്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശുഭകാര്യങ്ങൾ ഒക്കെ തന്നെ നമുക്ക് ആ നക്ഷത്രത്തിൽ ചെയ്യാം. ചില കാര്യങ്ങൾക്ക്, ചില വിവാഹ കാര്യങ്ങൾക്ക് ചില നക്ഷത്രങ്ങൾ എടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മളുടെ 6ാമത്തെ നക്ഷത്രം ഗുണത്തെ തരും. മറ്റ് കാര്യങ്ങൾക്ക്, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ശുഭമല്ലെങ്കിൽ പോലും അവനവൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ 6ാമത്തെ നക്ഷത്രം അവനവൻ്റെ ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമാണ്. ഒരു ഈശ്വരാധീനത്തെ തരുന്ന നക്ഷത്രമാണ്. അപ്പോൾ ആ നക്ഷത്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ആ നക്ഷത്രത്തിൻ്റെ സിംബൽസ് നമ്മുടെ ശുഭകാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിന് ഒരു പിക്ചർ വേണം. അപ്പോൾ നമുക്ക് ആ ദൈവാധീന താരയുടെ നക്ഷത്രത്തിൻ്റെ സിംബൽസ് നമുക്ക് യൂസ് ചെയ്യാം. അതെപ്പോഴും ഒരു വിജയത്തെ, ആനുകൂല്യത നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ, ഈ ചാനൽ എൻ്റെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അത്തം അസ്ട്രോ റിസർച്ച് സെൻ്റർ എന്നാണ്. അപ്പോൾ എൻ്റെ നക്ഷത്രം പൂയ നക്ഷത്രമാണ്. അപ്പോൾ എൻ്റെ ദൈവാധീന താര നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അപ്പോൾ അത്തം നക്ഷത്രത്തിൻ്റെ സിംബൽസാണ് ഹസ്തം, കൈ. അപ്പോൾ നമ്മുടെ റിസർച്ച് സെൻ്ററിൻ്റെ പേരാണ് അത്തം അസ്ട്രോ റിസർച്ച് സെൻ്റർ. അപ്പോൾ നമ്മൾ ആ സിംബൽസ് യൂസ് ചെയ്തപ്പോൾ നമ്മുടെ സ്ഥാപനം ഇന്ന് ഏത് ലെവലിൽ നിൽക്കുന്നു, ഇല്ല നമ്മളിന്ന് എവിടെയൊക്കെ അറിയപ്പെടുന്നുണ്ട്, ഏതൊക്കെ മേഖലയിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ്, നമ്മുടെ മന്ത്രിപദങ്ങൾ, വിദേശ രാജ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ അറിയപ്പെടുന്നുണ്ട്, നമ്മളെ വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ പല കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് പോയ അനൂപ് അഗ്നിശർമ്മൻ എന്ന് പറയുന്ന എന്നെ ഈ ലോകം മുഴുവൻ ഉള്ള ആളുകൾ അറിയാനും വിളിക്കാനും ഒക്കെ സഹായകമായത് എന്താണ്? ആ ഈശ്വരാധീനം, ദൈവാധീനം, ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ആ ഈശ്വരാധീനം അനുകൂലമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവാധീന താരാ നക്ഷത്രത്തെ നമ്മൾ അഭയം പ്രാപിക്കണം. ഇപ്പം ഈ 6ാം നക്ഷത്രക്കാരെല്ലാവരും നമുക്ക് നന്മ ചെയ്യുമെന്ന് അർത്ഥമല്ല ഈ പറയുന്നത്. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ സ്വഭാവങ്ങൾ കാണില്ലേ? അപ്പോൾ ആ നക്ഷത്രക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്നും നമ്മൾ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുമെന്ന് ചിന്തിക്കരുത്. ആ നക്ഷത്രം നമ്മുടെ ശുഭകാര്യങ്ങൾക്ക് നല്ലതായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ബിസിനസ് മേഖലയിൽ വരുന്നതും നല്ലതാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ കാര്യം, അവരുടെ ജാതകവശാൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്നാലും പൊതുവെ നമ്മളിപ്പം 22ാമത്തെ നക്ഷത്രം
എല്ലാ കാര്യത്തിനും അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ ആറാമത്തെ നക്ഷത്രം പൊതുവേ നമുക്കൊരു ശുഭത്തെ കൊടുക്കും എന്ന് ചിന്തിക്കണം. രണ്ടാമത്തെ നക്ഷത്രം ധനപരമായ ഉയർച്ചയ്ക്ക് സഹായവും ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും രണ്ടാമത്തെ നക്ഷത്രവും ആറാമത്തെ നക്ഷത്രവും എന്താണ് എന്നും അതിൻ്റെ സിംബൽസ് എന്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ആറാമത്തെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം മഹാവിഷ്ണു ഭഗവാന്റെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. അപ്പം തിരുപ്പതി നമുക്കറിയാം, പണം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെവിടെയാണ് പോകേണ്ടത്? തിരുപ്പതി ഭഗവാന്റെ അടുക്കൽ പോകണം. അപ്പം മഹാവിഷ്ണു ഭഗവാനെ ദർശിക്കുമ്പോൾ, തിരുപ്പതി പെരുമാളിനെ നമ്മൾ ദർശനം ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു മൂർത്തിയും കൂടെ ദർശനം ചെയ്തെങ്കിൽ മാത്രമേ തിരുപ്പതിയിൽ ദർശനം ചെയ്തതിൻ്റെ പുണ്യം പൂർണ്ണമായും ലഭിക്കുള്ളൂ. അതാരാണ്? അപ്പുറത്ത് വരാഹമൂർത്തി ഉണ്ട്. അപ്പോൾ തിരുപ്പതിയിൽ ദർശനം ചെയ്ത് വരാഹമൂർത്തിയെ കണ്ടെങ്കിൽ മാത്രമേ തിരുപ്പതിയിൽ ദർശനം ചെയ്ത ഫലം പൂർണ്ണമായും ലഭിക്കുള്ളൂ. എന്താണ് അതിന് കാരണം? അപ്പോൾ തിരുപ്പതി ഭഗവാന്റെ നക്ഷത്രം എന്താണ്? തിരുവോണം നക്ഷത്രം. വരാഹമൂർത്തിയുടെ നക്ഷത്രം എന്താണ്? തൃക്കേട്ട നക്ഷത്രം. അപ്പോൾ തിരുവോണം മുതൽ എണ്ണുമ്പോൾ തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് എത്രാമത്തെ നക്ഷത്രമായിട്ട് വരും? 24ാമത്തെ നക്ഷത്രമായിട്ട് വരും. അപ്പോൾ 24ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് എത്രയാണ്? 4ഉം 2ഉം 6. അപ്പോൾ ആ ദൈവാധീന താര കറക്റ്റായത് കണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് തിരുപ്പതിയിൽ ദർശനം ചെയ്യുമ്പോൾ അപ്പുറത്ത് വരാഹമൂർത്തിയെ പ്രതിഷ്ഠിച്ചത്? നമ്മുടെ ഋഷീശ്വരന്മാരല്ലെ പൂർവികർ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചത്? ആ ഫലം പൂർണ്ണമായിട്ടും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കാര്യം വേണം. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു രഹസ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് രാമായണത്തിൽ രാവണൻ്റെ നക്ഷത്രം എന്താണ്? മൂലം നക്ഷത്രമാണ്. രാവണന് മഹാദേവൻ്റെ അതിയായ ഭക്തനാണ്. മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും ഉത്തമനായ ഭക്തൻ രാവണനാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ രാവണനും മഹാദേവനും തമ്മിൽ ഒരു ഗുണം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കർമ്മകാര്യം ഉണ്ടാകാനുള്ള റീസൺ എന്താ? ഇപ്പം രാവണൻ്റെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മഹാദേവൻ്റെ നക്ഷത്രം എന്താണ്? തിരുവാതിര നക്ഷത്രം. അപ്പോൾ മൂലം മുതൽ തിരുവാതിര വരെ എണ്ണുമ്പോൾ എത്രാമത്തെ നക്ഷത്രം വരും? 15ാമത്തെ നക്ഷത്രം വരും. 5 1 6. അപ്പോൾ എന്തുകൊണ്ടാണ് മഹാദേവൻ രാവണനെ എൻ്റെ ഏറ്റവും ഉത്തമനായ ഭക്തനാണ് എന്ന് പറയാൻ കാരണം? മഹാദേവനും രാവണനും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കണ്ടോ? എന്നാൽ മഹാദേവന് ഒരുപാട് ഭക്തന്മാരുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഉത്തമനായ ഭക്തനെന്ന് പറഞ്ഞിരിക്കുന്നത് രാവണനെ മാത്രം. അപ്പോൾ അതിൻ്റെ പിന്നിലും ഇങ്ങനെയൊരു കണക്കുണ്ട്. പിന്നെ നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ നമുക്കറിയാം, ഭീഷ്മ പിതാമഹൻ അദ്ദേഹം വിചാരിക്കാണ്ട് അദ്ദേഹത്തെ
മരണം സംഭവിക്കാനായിട്ട് ഇടയുണ്ടാവില്ല. ആർക്കും തോൽപ്പിക്കാനും പറ്റത്തില്ല. പരശുരാമസ്വാമിയെ പോലും, അദ്ദേഹത്തിൻ്റെ ഗുരുവായ പരശുരാമസ്വാമിയെ പോലും പരാജയപ്പെടുത്തിയ ആളാണ് ഭീഷ്മ പിതാമഹൻ. അപ്പം ഭീഷ്മ പിതാമഹൻ്റെ കൊടി, ഫ്ലാഗ് എന്താണ്? പനമരം. ഫ്ലാഗിൽ പനമരത്തിൻ്റെ സിംബൽസാണ് ഭീഷ്മ പിതാമഹൻ ഉപയോഗിക്കുന്നത്. വിജയ ഫ്ലാഗ്, വിജയ പതാക. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഭീഷ്മര് പിറന്ന നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം. പനമരം അനിഴം നക്ഷത്രം. അപ്പോൾ അനിഴം നക്ഷത്രത്തിൻ്റെ സിംബൽസ് പനമരം. അപ്പോൾ ഉത്രാടം മുതൽ എണ്ണുമ്പോൾ അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് 24ാമത്തെ നക്ഷത്രം വരും. അപ്പോൾ അത്ര 4ഉം 2ഉം 6. 6ൻ്റെ കണക്ക് വന്നുണ്ടോ? ഈശ്വരാധീനത്തിൻ്റെ കർമ്മം വന്നുണ്ടോ? അപ്പം ഇതുപോലെ അനുകൂലമായ കാര്യങ്ങളുണ്ട്. ഇത് നേരെ തിരിച്ചും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കർണന് കവചകുണ്ടലങ്ങളും കർണൻ്റെ രക്ഷയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, കർണൻ ജനിച്ച കാലം മുതൽ കർണന് അപമാനങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെയായിരുന്നു. അപ്പോൾ കർണൻ്റെ നക്ഷത്രം എന്താണ്? മൂലം നക്ഷത്രം. കവചകുണ്ടലങ്ങൾ ക്ഷമിക്കണം, കർണൻ്റെ നക്ഷത്രം പൂരിട്ടാതി നക്ഷത്രം. കവചകുണ്ടലത്തിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. അപ്പോൾ കർണൻ്റെ നക്ഷത്രമായ പൂരിട്ടാതി മുതൽ എണ്ണുമ്പോൾ മൂലം നക്ഷത്രം 22ാമത്തെ നക്ഷത്രമാണ്. ഇതെന്താണ്? വൈനാശികം. നമ്മൾ നേരത്തെ പഠിച്ച. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ വൈനാശികമായിരിക്കുന്ന ആ സിംബൽസ് കർണൻ്റെ ചെറുപ്പകാലം മുതലേ കൂടെയുണ്ട്. സ്വസ്ഥതയും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഡിസ്റ്റർബ് ആകുന്ന അനുഭവങ്ങളല്ലേ ഉണ്ടായിക്കൊണ്ടത്. അപ്പോൾ വൈനാശിക നക്ഷത്രത്തിൻ്റെ ഊർജം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അനുഭവം? അതൊന്ന്. പിന്നെ നമ്മുടെ ഹിറ്റ്ലർ പിറന്ന നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം. ഹിറ്റ്ലറുടെ ഫ്ലാഗ്, അദ്ദേഹത്തിൻ്റെ വിജയ പതാകയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്താണ്? സ്വസ്തിക്, അതായത് തല തിരിച്ചിടുന്ന സ്വസ്തിക്. ഇതാണ് അതിൻ്റെ സിമ്പൽ. അപ്പോൾ ഈ സ്വസ്തിക് എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് സ്വസ്തിക്. അപ്പോൾ ഹിറ്റ്ലറുടെ നക്ഷത്രം പൂരാടം. അവിടെ മുതലിടുമ്പോൾ എത്രാമത്തെ നക്ഷത്രം വരും? ചോതി നക്ഷത്രം 23ാമത്തെ നക്ഷത്രം വരും. അപ്പോൾ 23 എന്ന് പറയുന്നത് 3ഉം 2ഉം 5. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ 3, 5, 7 ഇതൊക്കെ ദോഷമാണ്. അപ്പോൾ 5ാമത്തെ നക്ഷത്രം വന്നു. അപ്പോൾ ഹിറ്റ്ലറുടെ അവസ്ഥ നമുക്കറിയാമല്ലോ, എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു? സകലത്തും ദുരിതത്തിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥകളുണ്ടായില്ലേ. അപ്പോൾ അതൊരു ദോഷകർമ്മങ്ങൾക്ക് ഉളവാക്കുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇപ്പം 4ാമത്തെ നക്ഷത്രം പൊതുവെ നല്ല നക്ഷത്രമാണ്. 4ാമത്തെ നക്ഷത്രം നല്ല നക്ഷത്രമായി വരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വൈനാശിക ഗ്രഹമായി വരാൻ സാധ്യതയുണ്ട്.
നാലാമത്തെ നക്ഷത്രത്തിൻ്റെ ഗ്രഹങ്ങൾ, അത് ശ്രദ്ധിക്കണം. ഇപ്പം നാലാമത്തെ നക്ഷത്രം നമുക്ക് നന്മയെ കൊടുക്കുമെങ്കിലും നാലാമത്തെ നക്ഷത്രത്തിൻ്റെ ഗ്രഹം നമുക്ക് വൈനാശിക ഗ്രഹമായി വരാൻ സാധ്യതകളുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കറിയാം രാജരാജ ചോഴൻ. ഇപ്പം രാജരാജ ചോഴൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ യുദ്ധം ചെയ്ത് വിജയിച്ച് പടപൊരുതി എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജരാജ ചോഴൻ. അദ്ദേഹം വാരാഹി ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വാരാഹി ദേവിയെ പ്രതിഷ്ഠിച്ച് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് വാരാഹി ദേവിയുടെ അടുക്കൽ പോയി തൊഴുത് ആയുധപൂജ ചെയ്തതിന് ശേഷമേ രാജരാജ ചോഴൻ യുദ്ധത്തിന് പോകാറുള്ളായിരുന്നു? അതിന് വിഘാതം സംഭവിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആപത്ത് പറ്റിയതെന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വാരാഹിയെ പ്രതിഷ്ഠിക്കാൻ കാരണമായത്? അപ്പോൾ വാരാഹി ദേവിയുടെ നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം. രാജരാജ ചോഴൻ്റെ നക്ഷത്രമാണ് ചതയ നക്ഷത്രം. അപ്പോൾ ചതയം മുതൽ എണ്ണുമ്പോൾ 13ാമത്തെ നക്ഷത്രം വരും ആയില്യ നക്ഷത്രം. അപ്പം 3 1 4, അതൊരു ശുഭകർമ്മയെ കൊടുത്തു. അപ്പം 4 എന്ന് പറയുന്നത് പദവിക്ക് ഉയർച്ചയെ കൊടുക്കുന്ന നക്ഷത്രമാണ് 4ാമത്തെ നക്ഷത്രം. അപ്പം ഒരു ശുഭകർമ്മയിലേക്ക് നീങ്ങുന്ന കർമ്മകാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് ശുഭമാകുന്ന കാര്യങ്ങൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊരു ഗുണം ഉണ്ടാകും. നമുക്ക് ദോഷപ്രദമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ദോഷമാകുന്ന അനുഭവങ്ങളായിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമുക്ക് 2ാമത്തെ നക്ഷത്രവും 6ാമത്തെ നക്ഷത്രവും എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നും അതിൻ്റെ സിംബൽസ് എന്തൊക്കെയാണ് എന്നും നമുക്ക് പഠിക്കാം. അടുത്ത ദിവസം ഞാനത് പറയാം. ഇതിപ്പം ഒരുപാട് ലെങ്തായി, സദയം ക്ഷമിക്കുക. ഉടനെ തന്നെ അത് ഞാൻ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.